ചേട്ടാ ഇപ്പൊ ന്യൂസിലൻഡ് എത്ര വർഷമായി? കുറെ വർഷമായി കാണല്ലോ. അപ്പൊ PR ഒക്കെ റെഡി ആയോ? 10 കൊല്ലം കഴിഞ്ഞു. ഞാൻ ഇവിടുത്തെ സിറ്റിസൺ ആണ്. ഈ കാലഘട്ടത്തില് അല്ലെ ഈ ജനറേഷനിൽ എല്ലാവരും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും അല്ലെ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ചേട്ടാനെ പോലെ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും അല്ലെ കാനഡയിലൊക്കെ പോകാൻ വേണ്ടിയാണ്. അപ്പം ദൈവം നമ്മളെ ഓരോരുത്തരെയും അല്ലെ ഇവിടെ ഈ കേരളത്തിലെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ വസിക്കാനായിട്ടാണ്. അല്ലെങ്കിൽ എല്ലാരും പ്രാർത്ഥിക്കുന്നത് നമ്മളെ അവിടെ കൊണ്ടുപോകണം, ചിലപ്പോൾ സാക്ഷ്യപ്പെടുത്ത് ദൈവമാണ് എന്നെ അവിടെ എത്തിച്ചതെന്നൊക്കെ പറയും. അപ്പം എങ്ങനെയാണ് നമ്മള് ഈ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോരോ സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചാണല്ലോ നമ്മളെ ഇവിടെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്? എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുന്ന ആ ട്രെൻഡ് ഉണ്ടല്ലോ. ഓക്കെ, എനിക്ക് നിന്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ചോദ്യം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നതല്ല, അല്ലെങ്കിൽ ന്യായീകരിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നീ പറഞ്ഞ പോലെ എവിടെ ഇരുന്നാണേലും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഇവിടെ വന്ന് PR ആയി, സിറ്റിസൺഷിപ്പായി, അതിനുശേഷം തിരിച്ച് നാട്ടിൽ പോയിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്ന് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നത്. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ലൈഫ് സെറ്റിലാക്കാൻ ഞാൻ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഞാൻ സ്വയം ചിന്തിച്ച് വന്നെത്തിപ്പെട്ടൊരു രാജ്യമാണിത്. അതായത് എനിക്ക് എൻ്റെ ലൈഫ് കുറച്ചും കൂടെ നല്ല രീതിയിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ച് ഞാനായിട്ട് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം നീ ചോദിച്ച, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഞാനിത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിന് ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുവാദമില്ലാതെ ഇപ്പം എൻ്റെ ഒരു ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിപ്പോൾ എല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന ഒരുവല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പം പുറത്തോട്ട് പോകുക എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പുറത്തു നിന്നുള്ളവരുടെ ഒരു ഹൈപ്പ് തന്നെയാണ്. ഇപ്പം നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തു പോയാൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. തെറ്റിദ്ധാരണ മാത്രമല്ല, പലതും സത്യവും തന്നെയാണ്. ഇതിപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നാട്ടിലും ഈ പറഞ്ഞ പോലെ MCA കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ജോലി നോക്കിയിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ പുറത്തോട്ടൊക്കെ ആൾക്കാർ പോയി തുടങ്ങുന്നൊരു സമയത്താണ്. ഞാൻ 2015 ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ എൻ്റെ ആ ഒരു തീരുമാനത്തിൽ ഇതും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന കേസാണ്. എനിക്ക് വഴിതെറ്റിപ്പോയാലും എൻ്റെ കണക്ഷൻ മേളിലുണ്ടെങ്കിൽ ഞാൻ റീറൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, നീ എവിടെ ആയിരിക്കുന്നു എന്നതല്ല പ്രശ്നം. നീ എവിടെ ആയിരുന്നാലും നീ ചെയ്യേണ്ട, നിന്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പം ആരും ഈ ലോകത്തിൻ്റെ അല്ല, നമ്മളെല്ലാം പ്രവാസികളാണ്. അതിപ്പം പ്രവാസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലോട്ട് വരുന്ന ഒരാളല്ല പ്രവാസി. നമ്മളെല്ലാവരും പ്രവാസികളാണ്. ഇപ്പം നീ പാലായിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാലക്കാട് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടായിരിക്കാം. ഒരു 10 കൊല്ലം കഴിഞ്ഞ് നീ ചിലപ്പം ചൈനയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും ആയിക്കൂടാതില്ല, അല്ലേ? നമുക്കറിയത്തില്ല. അപ്പം പോയാലും പോയില്ലെങ്കിലും ക്രിസ്തുവിനെ നമുക്ക് പ്രഘോഷിക്കണമെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നാലും പ്രഘോഷിക്കാം. ക്രിസ്തുവിനെ എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രഘോഷിക്കാൻ, അത് തെറ്റൊന്നുമില്ല. പക്ഷെ ബാക്കി ഇപ്പോഴത്തെ ഒരു യൂത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുറത്തോട്ട് പോകുന്നതാണ് രക്ഷപ്പെടുന്നതിൻ്റെ ഈസിയസ്റ്റ് വേ എന്ന് ഒരു തെറ്റിദ്ധാരണ നമ്മുടെ അടുത്തുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. അത് ഈ പുറത്ത് ഓൾറെഡി ഉള്ള ആൾക്കാർ കൊടുത്ത ഒരു ഹൈപ്പായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാര്യം നാട്ടിൽ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ അതേ ജോലി ഞാൻ ചെയ്യുമല്ല. അത് എൻ്റെ ഈഗോയുടെ പ്രശ്നമാണ്. പക്ഷെ എനിക്കിവിടെ ചെയ്യാൻ കുഴപ്പമില്ല. അത് എൻ്റെ മാത്രം ഒരു കാര്യമല്ല കേട്ടോ. ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരും അവരൊന്നും നാട്ടിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കൊണ്ട് ജോലികൾ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് നീ ഒരു സുവിശേഷത്തിൻ്റെ രീതിയിൽ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു കാര്യങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കാനാണെങ്കിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് ഏതൊക്കെ രീതിയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം കൊടുക്കാൻ പറ്റി എന്നൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് ആ ചോദ്യത്തിന് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ആളുടെ അഭിപ്രായം കേൾക്കുമല്ല. ചേട്ടാ, നമ്മളിപ്പോഴത്തെ കൾച്ചറും അല്ലെ ഇപ്പോഴത്തെ യുവജനങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ത്യാഗമെടുത്തും അല്ലെ പ്രാർത്ഥിച്ചും എല്ലാ ദിവസവും പള്ളിയിൽ പോയി
ജീവിക്കുന്ന ആൾക്കാർ അവിടെ ചെന്ന് കഴിയുമ്പം ഇവിടുത്തെ കൾച്ചറിൽ നിന്ന് മാറി, അല്ലെ ബൈബിളിൽ നിന്ന് മാറി അവിടുത്തെ കൾച്ചറിലേക്ക് പയ്യെ പോയി പാപത്തിന്റെ സാഹചര്യങ്ങളിലൂടെ പോയി അങ്ങനെ വീഴുന്നുണ്ടല്ലോ. അതിനെ കുറിച്ചൊക്കെ എന്തായിരിക്കും പറയാനുള്ളത്? അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരുണ്ട് അങ്ങനത്തെ. ഇതിപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിച്ച ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു പോയൊരു കേസാണ്. അത്ഭുതങ്ങളുടെ പുറകെയാണ് നമ്മുടെ പോക്കെങ്കിൽ ഈ ഒരു അത്ഭുതത്തിൻ്റെ ആ ഒരു ചൂടും ഇതൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രീതി മാറും. ഇപ്പം ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർക്കിളുണ്ട്, നാട്ടിലെ ആ ഒരു സർക്കിള്. അപ്പം നമുക്കുള്ള കുറച്ച് നല്ല ഫേസസ് ഒക്കെ ഉണ്ട് നാട്ടിൽ. അപ്പോൾ ആ ഒരു ആംബിയൻസിൽ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള പാപത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു എണ്ണങ്ങൾ വളരെ കുറവായിരിക്കും. ഓക്കെ, പക്ഷേ ഈ ഒരു അതിർത്തി വിട്ട് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഫ്രീഡമാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര പാടാണ്. സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഏത് വഴി വേണേലും പോകും. ഈ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദം ഹവ്വയും അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യമായിരുന്നു അത്. അവരോട് പറഞ്ഞു, പക്ഷെ അവർക്ക് അപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. അത് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയ ആൾക്ക് ഇതിന് മുമ്പ് ഇവിടെ വന്ന ഒരാൾ സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന ആളെ ഇവിടെ എത്തിച്ചതാരാ? ക്രിസ്തുവാണ്. മനുഷ്യൻ എല്ലായിടത്തോട്ടും പടരും. ഇപ്പം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിയാണെങ്കിൽ അതുപോലൊരു മനുഷ്യൻ ആണ് ഇവിടെ. ഞങ്ങൾക്കിപ്പം കാറ്റഗിസത്തിൽ ഏകദേശം 350ഓളം പിള്ളേരുണ്ട്. ഇവിടുത്തെ വെല്ലിംഗ്ടണിലെ കാറ്റഗിസത്തിൽ ഏകദേശം 300-350ഓളം പിള്ളേരുണ്ട്. വെറും 6 പിള്ളേരെ ഒരു മനുഷ്യൻ തുടങ്ങിയതാണ് ഇവിടെ. വെറും 6 പിള്ളേരെ 10 കൊല്ലം മുമ്പ്. ആ മനുഷ്യൻ ഇവിടെ വന്ന് ഇത് തുടങ്ങാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവാണോ അതോ അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം തോന്നലിൽ നിന്ന് വന്ന ഉരുത്തിരിഞ്ഞതാണോ? ക്രിസ്തു ആയിരിക്കും ഉറപ്പായിട്ടും. കാര്യം അതിൻ്റെ വളർച്ച കാണുമ്പോൾ നമുക്കറിയാം അത് ക്രിസ്തു പ്രേരിപ്പിച്ചതാണ്. അപ്പം ഈ പുള്ളിനെ ഈ ക്രിസ്തു ഇത് പ്രേരിപ്പിച്ചില്ലായിരുന്നെങ്കിലോ ചിലപ്പോൾ കാറ്റഗറീസൊക്കെ ഉണ്ടായി ആ രീതിക്ക് പോകുമെന്നൊക്കെ വേണം നമുക്ക് പറയാം, വേണമെങ്കിൽ വാദിക്കാൻ വേണ്ടി പറയാം. പക്ഷെ ഇതുപോലെ ആവുമല്ലായിരുന്നു. അപ്പം ഇങ്ങനെ വരുന്ന പിള്ളേരെ അപ്പം അദ്ദേഹം ആ ഒരു പ്രോജക്റ്റിൽ ഇങ്ങനെ ഈ നാട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കയറി വന്ന് ഇവിടെ വന്നിട്ട് പ്രാർത്ഥനയെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നമ്മൾ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണല്ലോ, നമ്മൾ ഈ 24/7 ജോലി ചെയ്യുക. കാര്യം ജോലി ചെയ്യുന്ന മണിക്കൂർ അനുസരിച്ചാണ് ഇവിടെ പൈസ. നാട്ടിലിപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു അത്ര മണിക്കൂറത്തെ പൈസ നമുക്ക് കിട്ടും. ഇപ്പോൾ 8 മണിക്കൂറിന് മേലോട്ടാണ് നമ്മൾ ജോലി ചെയ്തെങ്കിൽ നമുക്ക് ഓവർ ടൈമാണ്. 1.5 എന്ന് പറയും. അതായത് $100 കിട്ടുന്ന ഒരുത്തനെ സംബന്ധിച്ച് അവൻ ആ 1.5 പീരീഡിലാണ് ചെയ്യുന്നതെങ്കിൽ അവൻ $150 കിട്ടും ഒരു മണിക്കൂർ. അപ്പം അവർക്കത് ജോലി ചെയ്യാൻ ഈ പൈസ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ജോലി ചെയ്യാനുള്ള ടെംപ്ടേഷൻ കൂടും. ഞായറാഴ്ചയൊക്കെ ജോലി ചെയ്താൽ ചിലപ്പോൾ ഡബിൾ 1.5. അപ്പം ഈ പള്ളിപ്പോക്കങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് ഈ പണം അതുപോലെ കിട്ടാൻ തുടങ്ങും. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പണം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ ഇതിനോട് ആക്രാന്തം വരും. അഡിക്ഷൻ തന്നെ വേണം പറയാം. മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സാധനമാണ് ഈ സാധനം. അതൊരു അഡിക്ഷനാണ്. നമ്മളീ പറഞ്ഞ കുറേ വെബ് സീരീസൊക്കെ മാറി നിൽക്കും. അപ്പം ഈ ഒരു സംവിധാനം കിട്ടിക്കൊണ്ടിരിക്കും തോറും ഇതൊരു ലഹരിയാണ്. ഇത് മനുഷ്യനെ ഭയങ്കരമായിട്ട് കാർന്നു തിന്നും. കാഴ്ചയിൽ നോക്കുമ്പോഴത്തേക്ക് അവന് സമ്പാദ്യം കൂടുന്നുണ്ടോ നമുക്ക് തോന്നാം നമ്മുടെ പുറമേ നിന്നുള്ള കാഴ്ചയിൽ. പക്ഷെ ഉള്ളിൽ അവൻ്റെ ആത്മീയതയുടെ സമ്പാദ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു ദൗത്യം ഏൽപ്പിച്ച ഒരാളെ കർത്താവ് ഇങ്ങോട്ട് വിട്ട അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ദൗത്യം ക്രിസ്തുവായിട്ട് ഏൽപ്പിച്ച നമുക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ യൂത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ യൂത്തിന് ഒരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർ പാപത്തിൽ ഈസി ആയിട്ട് വീഴുന്ന പോലെ തന്നെ ഇവർക്ക് ആ പാപത്തിനോടുള്ള അട്രാക്ഷൻ ക്രിസ്തുവിലോട്ട് ആക്കി കൊടുക്കുവാണെങ്കിൽ ഇവർ അതുപോലെ ക്രിസ്തുവിലോട്ട് വീഴും. ഇവർ നിഷ്കളങ്കരാണ്. പാപം ചെയ്യുന്ന എല്ലാ മനുഷ്യരും നിഷ്കളങ്കരാണ്.
അതുകൊണ്ടാണല്ലോ ഒരു പാപം ചെയ്തത്. അല്ല, ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാപികൾ എന്ന് പറയുന്നത് എന്തോ ക്രിമിനൽ ആയിട്ടാണ് കാണുന്നത്. ക്രിമിനൽ അല്ല, ഒരു പാവങ്ങളാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. ഒരു സാധാരണ മനുഷ്യൻ്റെ യുക്തിക്ക് പോലും ചിന്തിച്ച് നോക്കാൻ പറ്റാത്ത രീതിയിലെ ചില കാര്യങ്ങൾ ഈ മനുഷ്യർ ചെയ്യുന്നത് ഒരു വെരി ഇന്നസെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതുങ്ങളോട് ക്രിസ്തു സുവിശേഷം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നിഷ്കളങ്കതയിൽ അവർ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങി, അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവിടെ കാറ്റഗീസം തുടങ്ങിയ ആ ഒരു മനുഷ്യൻ ഇവിടെ അങ്ങനെ കുറച്ച് പിള്ളേരെ മാറ്റിയിട്ടുണ്ട്. അന്നത്തെ യൂത്തൊക്കെ ഇപ്പോൾ ഇച്ചിരി വളർന്നു, വ്യത്യാസം ഉണ്ടാവും. അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ ഏറെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കയറി വരുന്നതെങ്കിലും നമ്മൾ എവിടെയായിരുന്നാലും നമ്മളെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുവാണെങ്കിൽ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യേണ്ടത് അത് അവൻ ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് നാളെ ഇങ്ങോട്ട് കയറി വരണോ, നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടുന്ന് വഴിപിഴച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് രണ്ടും 50-50 നല്ല പിള്ളേർ ഇവിടെ വന്നിട്ട് ചീത്തയായിട്ടുമുണ്ട്, ചീത്ത പിള്ളേർ ഇവിടെ വന്നിട്ട് വളരെ നന്നായിട്ടുമുണ്ട്. അത് പ്രോബബിലിറ്റി അത് അങ്ങനെ തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല. ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ ഏത് സ്ഥലവും ഒരുപോലെയാണ്. പിന്നെ ചേട്ടാ ജോഷിയുടെ പറഞ്ഞനുസരിച്ച് ചേട്ടൻ അവിടുത്തെ കാറ്റഗീസം ടീച്ചറാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ കാറ്റഗീസം രീതിയൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ ടീച്ചിങ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഭയങ്കര പാവമാണ്. പക്ഷെ നാട്ടിൽ പാവമല്ലെന്നല്ല കേട്ടോ. നാട്ടിലെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറച്ചുകൂടെ എളുപ്പമാണ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പം രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ ടീച്ചിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ക്വാളിഫിക്കേഷൻ കൊണ്ട് എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ടീച്ചിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. അപ്പോൾ എങ്ങനെയായിരിക്കണം കാറ്റഗിസം ടീച്ചേഴ്സ് കറക്റ്റായിട്ടുള്ള രീതി എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ക്വാളിഫിക്കേഷൻ വൈസിൽ ഞാനൊരു ടീച്ചറല്ല. ഒരു ടീച്ചറിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്കില്ല. പക്ഷേ ഒരാളുടെ അനുഭവം പറയാൻ അവന് ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളും മാത്രമാണ്. ഞാൻ കമ്മതി അടിക്കുകയല്ല. ഇപ്പം ഞാൻ ഒരു കാര്യത്തിനെക്കുറിച്ച് അവരുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈബിളിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം ഒരു കാറ്റഗിസം അധ്യാപകന്. ഞാൻ അത്രയേ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ പിള്ളേരോട് പറയാവുള്ളൂ. പിന്നെ 2 ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പം എൻ്റെ ക്ലാസ്സിലൊരു കൊച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ക്രിസ്തുവിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ എല്ലാ ക്ലാസ്സുകളുടെ ഒരു ക്രിസ്തുവിന് ഫസ്റ്റ് പ്രയോറിറ്റി ഓൾവേസ് ക്രൈസ്റ്റ്. ഞങ്ങൾക്കിവിടെ എല്ലാ മാസം വാർഡ് തലത്തിൽ നമുക്കിങ്ങനെ വീടുകളിൽ കൊന്തയുണ്ട്. ഞാൻ പൊതുവിൽ അങ്ങനെ മുടക്കാറില്ല. അപ്പം ഈ ഓഗസ്റ്റ് മാസത്തിലെ കൊന്ത ഒരു ബുധനാഴ്ചയായിരുന്നു, ഒരു ഓഗസ്റ്റ് 20-നായിരുന്നു. അന്ന് കൃത്യം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇവൻ്റാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഞാനും അവളും മാത്രം, വേറെ ആരുമില്ല. ഞങ്ങളത് വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ. അപ്പം ഒരു മാനുഷിക തലത്തിൽ ഞങ്ങളതിനെ അപ്പം അന്ന് ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നത്തെ കൊന്തയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിറ്റത്തെ ഞായറാഴ്ച വന്നപ്പോഴത്തേക്ക് എൻ്റെ കൊച്ച് ഞാൻ എൻ്റെ പിള്ളേരെന്ന് കേട്ടോ ഞാൻ പറയുന്നത്, കാറ്റഗിസം പിള്ളേരെ. അപ്പം ആ കൊച്ചിങ്ങനെ ചോദിച്ചു, ഫസ്റ്റ് പ്രയോറിറ്റി ക്രൈസ്റ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വിനുവങ്ങളുടെ പ്രേയറിന് കണ്ടില്ലല്ലോ. പക്ഷെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നൊരു കാര്യമായിരുന്നു, അത് ഒന്നും കൂടെ ഒരു കൊച്ചിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു. അതായത് നമ്മുടെ ജീവിതത്തെ ഇവർ അതുപോലെ വീക്ഷിക്കുന്നുണ്ട്. ഒരു കാറ്റഗിസം ടീച്ചർ, ഇന്നല്ല നാളെ നീ ഒരു കാറ്റഗിസം ടീച്ചർ ആകുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിന്റെ ജീവിതമാണ്, നിന്റെ ജീവിതത്തിലുള്ളതാണ് ഈ പിള്ളേർ കാണുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കുമ്പോഴത്തേക്കും ആ സുവിശേഷം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതല്ലാതെ നമുക്കത് പറയാനുള്ളൊരു യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളൊരാളെ വിധിക്കുന്നത് ശരിയല്ല, പക്ഷേ എങ്കിലും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവായിട്ടൊരു ബന്ധമില്ലാതെ, ഒരു സാമ്യമില്ലാതെ ഒരു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കൊടുക്കരുത്. കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ആശയങ്ങളുള്ള അവരിലൂടെ ചെല്ലുകയുള്ളൂ. വിശ്വാസത്തിൽ തീക്ഷ്ണത ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരു കാറ്റഗിസം ടീച്ചറിനെ സംബന്ധിച്ച് കാറ്റഗിസം ടീച്ചർ എന്ത് പറയുന്നോ അത് പ്രവൃത്തിയിലുണ്ടാവണം. പ്രവൃത്തിയിലുള്ളതേ പറയാവുള്ളൂ. നിനക്ക് ഞാനൊരു കാറ്റഗിസം ടീച്ചർ ആവാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? അപ്പം ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചല്ലേ, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കാറ്റഗിസം ടീച്ചർ എന്താ? ഇപ്പം ബൈബിളിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ?
ഇപ്പം യൂത്തായ നിങ്ങളോട് തന്നെ ചോദിക്കാം, ഇപ്പം എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നീ കൺസിഡർ ചെയ്ത് അങ്ങനെ തന്നെ ഒരു ഉത്തരം പറയൂ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വചനത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ചേട്ടായി പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തുള്ള ആൻസറുകൾ കിട്ടുമ്പോഴാണ് നമുക്കും കൂടുതൽ എങ്ങനെയാണ് ആ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പം റിലേറ്റ് ചെയ്യുന്ന ഓരോ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ. പിള്ളേർക്കാണേലും എങ്ങനെ ആ ലൈഫിലൂടെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു കൊടുത്താൽ, ആ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു കൊടുത്താലായിരിക്കും എനിക്ക് തോന്നുന്നത് കൂടുതൽ റിലേറ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കുക എന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെ. ഇങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസിലൂടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിലൂടെ പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് നമ്മുടെ ജീവിതത്തിലും അല്ല, ഒരാളുടെ എക്സ്പീരിയൻസ് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടാവുമോ? കാറ്റഗിസം എന്ന് പറയുന്ന വിശ്വാസം ഉണ്ടാകുന്നതിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് അറിയാനും അല്ലെ എങ്ങനെ നമുക്ക് പഠിക്കുക, അതിനെക്കൂടെ മുന്നേറാം എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പം മുന്നേറാനുള്ളത് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ ആ ലൈഫ് എക്സ്പീരിയൻസിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അതിലൂടെ എങ്ങനെ നമുക്ക് ലോകത്തോടുള്ള നിന്ന് മാറി എങ്ങനെ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസിൽ പറയുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നത് കൂടുതൽ അതിനെ നമുക്ക് തടഞ്ഞ് നമുക്ക് ദൈവത്തിന്റെ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോർഷൻസ്, അല്ലെങ്കിൽ ഏത് ടൈപ്പിൽ സുവിശേഷം പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടം? അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു പ്രത്യേക താല്പര്യം ഉണ്ടോ സുവിശേഷത്തോട്? അതോ പപ്പ പകർന്നു തന്ന വിശ്വാസമാണോ? പത്രോസ്ലിഹായും പൗലോസ്ലിഹായൊക്കെ ക്രിസ്തുവിനെയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടത്. അപ്പൊ നമ്മള് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ വചനങ്ങൾ കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം വരുന്നത്. കാരണം ക്രിസ്തു നമുക്ക് ഓരോ വചനങ്ങളിലൂടെ അവന്റെ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഓരോ വചനങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിന് ഓരോരുത്തരും ഓരോന്നിനും നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സുവിശേഷങ്ങൾ കേൾക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. എനിക്ക് പിന്നെ പൗലോസ്ലിഹായുടെ ഓരോ ടീച്ചിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും, പുള്ളി ഇങ്ങനെ പൗലോസ്ലിഹായുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോ നമ്മുടെ ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ഞെരുക്കങ്ങളൊക്കെ കാണുമ്പോഴും അത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ജീവിക്കണം, അതുപോലെ തന്നെ എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് കാണിക്കുമ്പോൾ. അല്ല, ഇപ്പൊ സുവിശേഷം ശരിക്കും പറഞ്ഞാൽ പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം പൗലോസ്ലിഹ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 6000 കിലോമീറ്ററോളം സ്വന്തം കാലുകൊണ്ട് നടന്ന സുവിശേഷം പറഞ്ഞ ആളാണ്. 3 ദിവസം വെള്ളത്തിൽ കിടന്നു, 40-ലേറെ അടിയൊക്കെ കൊണ്ടു ഇഷ്ടംപോലെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ സുവിശേഷത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പുതിയൊരു ട്രെൻഡും ഉണ്ട്. സുവിശേഷം പറയുന്നത് ട്രെൻഡായിട്ട് മാറിയിട്ടുമുണ്ട്. മനസ്സിലായോ? ഒരു കൈൻഡ് ഓഫ് ട്രെൻഡാണ്. അതിൻ്റെ ഒരു സത്തയിൽ നിന്ന് മാറി നമുക്ക് ആ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ സുവിശേഷത്തിൽ ഇപ്പം ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് എപ്പോഴും ഒരു സ്നേഹ സംവാദം നടത്തുമ്പോഴത്തേക്കും എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ തുറന്ന് അതിൻ്റെ അകത്തുനിന്നൊരു വചനം കിട്ടി അതിനെ അവരുടെ ജീവിതമായിട്ട് ബന്ധിപ്പിച്ച് അത് ദൈവഹിതമാണെന്ന് കണ്ട് മുന്നോട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർക്കും അത് നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി അതിനോട് യോജിപ്പില്ല. നിങ്ങൾക്ക് അതിനോടുള്ള ഒരു അഭിപ്രായമില്ല? ആക്ച്വലി അതൊരു ദൈവത്തിൽ നിന്നുള്ള ഒരു റെഫറൻസ് പോലെ ആയിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. അങ്ങനെ പോകുമ്പോഴായിരിക്കുമല്ലോ, കാരണം ബൈബിളിൽ നിന്ന് ലഭിച്ച വചനമാണല്ലോ. അങ്ങനെ വരുമ്പോ നമ്മള് അതിനനുസരിച്ച് ജീവിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. മജോറിറ്റി ആൾക്കാർ ഇത് തന്നെയാട്ടോ പറയുന്നത്. തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, തെറ്റാന്ന് പറയാൻ ഞാൻ ആളുമല്ല. അത് അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ എനിക്കറിയാം. പക്ഷെ ഇതൊന്നും തെറ്റല്ല. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം അത് 100% തെറ്റാണെന്ന് വിചാരിച്ച് കേട്ടാൽ മതി. ഞാൻ നോക്കിയിട്ട് എന്നെയും ഈ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നും ഈ ബൈബിളിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ജീവിതവും ഈ ലോകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നും ഞാൻ ഈ ബൈബിളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളത് മൊത്തവും എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റി ക്രിസ്തുവിലോട്ട് അടുപ്പിക്കുന്ന സംവിധാനങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ബൈബിളിൽ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ വായിക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. എന്നെ ഈ ലോകത്തിൽ നിന്ന് മാക്സിമം മാറ്റി എത്രത്തോളം ദൈവത്തോട് അടുപ്പിക്കാവോ അത്രത്തോളം ദൈവത്തോട് അടുപ്പിക്കുന്ന ആ ഒരു വചനങ്ങളാണ് ഞാൻ ഇതിൽ പൊതുവിൽ കണ്ടേക്കുന്നത്.